നമസ്കാരം. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ചാലക്കുടിയിൽ നിരവധി ആളുകളെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് വളരെ സൂക്ഷ്മമായ രീതിയിൽ പരിശോധന നടത്തിയാണ് ഇത്തരക്കാരെ പിടികൂടുന്നത്. നമുക്കറിയാം, ചാലക്കുടിയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ യുവാക്കൾക്ക് കൊടുക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരക്കാരൊക്കെ കൃത്യമായി തന്നെ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ പിടിവീഴുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 25, 26 ദിവസങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 3 പ്രതികളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ ഡി ഹണ്ട്, ജനകീയം ഡി ഹണ്ടിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജനുവരി 25-ാം തീയതി നടത്തിയ പരിശോധനയിൽ വെട്ടുകടവ് സ്വദേശി ബംഗ്ലാപറമ്പിൽ ബഷീർ എന്ന് പറഞ്ഞ ആളെയും കോട്ട പനമ്പള്ളി കോളേജ് സ്വദേശി തട്ടിൽ വീട്ടിൽ ജോയൽ എന്ന ആളെയും ജനുവരി 26-ാം തീയതി ഉത്തർപ്രദേശ് സ്വദേശി ദിനേശ് എന്നയാളെയുമാണ് പോലീസ് പിടികൂടിയത്. ജനകീയം ഡി ഹണ്ടിൻ്റെ ഭാഗമായി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാർച്ച് 25-ാം തീയതി രാവിലെ 7:30 വെട്ടുകടവ് സ്വദേശിയായ ബംഗ്ലാവ് പറമ്പിൽ ബഷീർ 62 വയസ്സ് എന്നയാളെ നിരോധിത പുകയില ഉൽപ്പന്നമായ 120 പാക്കറ്റ് ഹാൻസുമായി ചാലക്കുടിയിൽ നിന്നും പകൽ 11:40 പോട്ട പനമ്പള്ളി സ്വദേശിയായ തട്ടിൽ വീട്ടിൽ ജോയൽ 21 വയസ്സ് എന്നയാളെ ഗഞ്ചാവുമായി പനമ്പള്ളി കോളേജിനടുത്ത് നിന്നും പിടികൂടി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ്, ഷാജഹാൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബൈജു, ആൻസൺ പോൾ, സിവിൽ പോലീസ് ഓഫീസർ സജിത്ത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജനുവരി 26-ാം തീയതി രാവിലെ 8:40 ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഉത്തർപ്രദേശ് സ്വദേശിയായ ദിനേശ് സോൺകാർ 46 വയസ്സ് എന്നയാളെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടികൂടി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, ഷാജഹാൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജിബി, സിവിൽ പോലീസ് ഓഫീസർ അജിൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്.